അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. എ ബോൾ ഈസ് ടോസ്ഡ് വിത്ത് വെലോസിറ്റി ഓഫ് 10 meter per second ഡയറക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് ഫ്രം എ വിൻഡോ ലൊക്കേറ്റഡ് 20 meter above the ground, knowing that the acceleration of the particle is constant and is equal to 9.81 meter per second square at downward. Determine the velocity. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, elevations of the ball at the time when the ball reaches ദി ഹയസ്റ്റ് എലിവേഷൻ. ഈ ഒരു വിൻഡോയിൽ നിന്നും ഒരു ബോൾ മേലോട്ട് എറിയുകയാണ്. അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 10 meter per second ഈ ഒരു ബോൾ ഇവിടെ നിന്ന് മേലോട്ട് എറിയുന്നത്. അതുപോലെ തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 9.81 meter per second square ആണ്. ഡൗൺവേർഡ് ഡയറക്ഷനാണ്. നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഡൗൺവേർഡ് ആയിരിക്കും എന്ന്. ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി കണ്ടുപിടിക്കണം, ഈ ബോളിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ എലിവേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ബോളിനെ ഇവിടുന്ന് മേലോട്ട്, അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, വിൻഡോ ഗ്രൗണ്ടിൽ നിന്നും, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 meter ആണ് തന്നിട്ടുണ്ട്. ഈ വിൻഡോ ഇരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 meter ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോളിൻ്റെ കാര്യം നോക്കാം. ബോൾ നമ്മൾ ഇവിടുന്ന് മേലോട്ട് എറിയുകയാണ്. ഇവിടുന്ന് മേലോട്ട് എറിയുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിക്കൽ നമ്മൾ താഴെ നിന്ന് മേലോട്ട് എറിയുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റിക്ക് എന്തായിരിക്കും സംഭവിക്കുക? വെലോസിറ്റി കുറഞ്ഞ് ഒരു പോയിന്റിൽ എത്തിയതിന് ശേഷം അപ്പോൾ എന്തൊരു വെലോസിറ്റി 0 ആകും. 0 ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? അത് താഴേക്ക് പോകും അല്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ഒരു ബോളിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് ഒരു പോയിന്റിലെത്തും. ആ പോയിന്റിലെത്തിയതിന് അപ്പോഴത്തേനും അതിൻ്റെ വെലോസിറ്റി 0 ആകും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ബോൾ താഴേക്ക് വീഴും. കണ്ടുപിടിക്കാനായിട്ടുള്ളത്, നമ്മുടെ ഈ ബോൾ താഴേക്ക് വീഴുമ്പോൾ ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ടാകും അല്ലേ? ആ ഒരു വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ടോട്ടൽ ഹൈറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു സ്ട്രെച്ചിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നിന്നും ബോൾ ഇവിടെ എത്തുന്ന ആ ഒരു സ്ട്രെച്ചിനെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു സ്റ്റേജിനെ എടുക്കാം. അപ്പോൾ അവിടെ നോക്കി ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? ഇവിടെ നിന്നാണ് ബോൾ എറിയുന്നത് അല്ലേ? അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 10 meter per second ആണ് തന്നിട്ടുണ്ട്. നമുക്ക് അതിനെ എന്ത് ചെയ്യാം? യു ആണല്ലേ ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ നമുക്ക് 10 meter per second ആണെന്ന് കൊടുക്കാം. ഇനി ഈ ഒരു സ്ട്രെച്ചിലെ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണല്ലേ? നമുക്കറിയാം. അപ്പോൾ ഞാൻ വിക്ക് 0 എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു ഹൈറ്റും കൂടെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് ഇക്വേഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് 3 ഇക്വേഷൻസ് ആണ് നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുള്ളത്. അതിൽ ഒരു ഇക്വേഷനാണ്, നമുക്കറിയാവുന്ന ഇക്വേഷനാണ് v² = u² + 2as എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. നമുക്ക് v അറിയാം, u അറിയാം, എ നമുക്കറിയാം. എ എന്ന് പറഞ്ഞാൽ ജി ആണ്. എസ്സിനെ നമുക്ക് കണ്ടുപിടിക്കണം. എസ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത് അല്ലേ? ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം എസ് എന്ന് വെച്ചാൽ അതായിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇക്വേഷൻ നമുക്ക് മാറ്റണം അല്ലേ? അപ്പം ഈ ഇക്വേഷൻ നമ്മളിവിടെ എ അല്ല ഇടേണ്ടത്. പകരം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ബോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ അപ്വേർഡായിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? നമുക്കറിയാം v² = u². എക്ക് പകരം എന്താണ് കൊടുക്കുക? -g എന്ന് കൊടുക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എക്ക് പകരം നമ്മൾ -g എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ -2g. എസ്സിന് പകരം നമുക്കിവിടെ h എന്ന് കൊടുക്കാം. h എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് ഞാൻ ഇവിടെ h എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ നോക്കിക്കേ. ഇവിടെ v എത്രയാണ്? 0 ആണ്. ഇപ്പോൾ 0 = u². u² എന്ന് വെച്ചാൽ എത്രയാണ്? 10² -2 × g എന്ന് പറഞ്ഞാൽ 9.81 ആണ്. അത് കൊടുക്കുന്നു. ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല, അത് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ അൺനോൺ ആയിട്ടുള്ള ആര് മാത്രമേ ഉള്ളൂ? എച്ച് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് 5.096 meter എന്ന് കിട്ടും. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, കണ്ടുപിടിച്ച് നമ്മൾ 5.096 meter ആണ് കണ്ടുപിടിച്ചു. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വെലോസിറ്റിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അതായത് ഈ ഒരു ബോൾ ഇവിടെ എത്തി താഴേക്ക് വീഴുന്ന ഒരു മാക്സിമം വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇനി കൺസിഡർ ചെയ്യുന്നത് ഈ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേജാണ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നും ബോൾ താഴേക്ക് വീഴുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആണ്. ഈ ഫൈനൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് വീഴുക. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? u = 0 എന്ന് കൊടുക്കാം. അടുത്തത് നമുക്ക് ഈ വെലോസിറ്റി നമുക്ക് വേണം, അത് നമുക്ക് അറിയത്തില്ല. ആ വെലോസിറ്റി നമുക്ക് v എന്ന് കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടുത്തെ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് അറിയാം അല്ലേ? എത്രയാണ് ആ ഡിസ്റ്റൻസ്? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 20 5.096 ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ ആ ഒരു ഹൈറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 20 + 5.096 എന്ന് എത്രയാണ്? 25.096 meter ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം അല്ലേ? എങ്ങനെയാണ്? v² =
ഈ ഒരു കേസിൽ എന്താണ്, ബോളിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇതേ ഡയറക്ഷനാണ് അല്ലേ, താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. താഴോട്ടാണെങ്കിൽ നമ്മുടെ ആക്സലേഷൻ്റെ ഒരു ഗ്രാവിറ്റിയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്ക് പകരം എന്ത് കൊടുത്താൽ മതി, ജി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് +2g എസ് എന്ന് വരും. എസ് എന്ന് വെച്ചാൽ എത്രയാണ്, ഞാൻ ഈ ഒരു ടോട്ടൽ ഹൈറ്റ് h ആയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ നോക്കി വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. യുക്ക് പകരം നമ്മൾ 0 ആണ്, +2 × g 9.81 ആണ്, ഇൻറ്റു എച്ചിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, 25.096 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടുന്നത് 22.18 m/s എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി അല്ലേ, ഈ പാർട്ടിക്കിൾ ഇവിടെ എത്താനുള്ള ആ ഒരു വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ദ എലിവേഷൻ ഓഫ് ദ ബോൾ അറ്റ് ദ ടൈം വെൻ ദ ബോൾ റീച്ചസ് ഹയസ്റ്റ് എലിവേഷൻ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിൽ എന്താണ് വേണ്ടത്, നമുക്ക് എലിവേഷനാണ്. അതായത് ഈ ഒരു ബോൾ മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യുന്ന എവിടെയാണ്, ആ ഒരു ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം ഈ ഒരു ബോൾ ഇവിടെ വന്നിട്ട് 0 ആയിട്ട് താഴോട്ട് പോവുകയാണ്. നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസ് ഏതാണ്, ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. എത്രയാണ് ആ ഒരു എലിവേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എലിവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 20 + 5.096 ആണ്, അതായത് 25.096 മീറ്ററുമാണ്.